സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. മരണസംഖ്യ ഉയർന്നേക്കും. തീയണയ്ക്കാൻ തീവ്ര ശ്രമം. ബാർ ഉടമകളുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പിൻവലിച്ച് ബാർ ഉടമ അനിമോൻ. തൻ്റെ ഓഡിയോ പ്രത്യേക മാനസികാവസ്ഥയിൽ സംഭവിച്ചതാ. താൻ ഉദ്ദേശിച്ച അർത്ഥമല്ല പുറത്തു വന്നതാ. തൻ്റെ വാക്കുകൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായെന്ന് മനസ്സിലാക്കുന്നതായും അനിമോൻ. ബാർ ഉടമകളുടെ പണപ്പിരിവ് വിവാദം ആസൂത്രിതം. പണപ്പിരിവ് നടത്താൻ നീക്കമെന്നുള്ള പരാതി മുഖ്യമന്ത്രിക്ക് നേരത്തെ ലഭിച്ചു. വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് 2 ആഴ്ച മുമ്പ്. കേസിൽ ബാർ ഉടമകളുടെ മൊഴിയും രേഖപ്പെടുത്തി. കേസ് അന്വേഷിക്കുക ക്രൈംബ്രാഞ്ച് SP മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. ലോക കേരള സഭയോടുള്ള നിലപാട് മാറ്റി UDF. ലോക കേരള സഭ പൂർണ്ണമായും ബഹിഷ്കരിക്കാനില്ലെന്ന് ലീഗ്. UDFുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് പങ്കെടുക്കാം. നേതാക്കൾ പങ്കെടുക്കില്ലെന്ന് MM ഹസൻ. നിലപാട് മാറ്റം ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന്. അഞ്ചാം ഘട്ടം വരെയുള്ള പോളിംഗ് ശതമാന കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5ാം ഘട്ടം വരെ രേഖപ്പെടുത്തിയത് 66.14%. കണക്കുകൾ പുറത്തുവിടുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും വ്യാജ പ്രചരണമെന്നും കമ്മീഷൻ. 6ാം ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 58.82% പോളിംഗ്. ഹരിയാനയിലെ ജനവിധി ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. 10 സീറ്റിലും കോൺഗ്രസ് വിജയിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭൂപീന്ദർ സിംഗ് ഹൂഡ. റോഹ്തക് മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ഭൂപീന്ദർ സിംഗ് ഹൂഡ. പാചകവാതക വില വർധനവും സ്ത്രീ സുരക്ഷയും വിലക്കയറ്റവും ചർച്ച ചെയ്ത് ഹരിയാനയിലെ ഗ്രാമീണ സ്ത്രീകൾ. നരേന്ദ്രമോദിയുടെ നാരീശക്തനിൽ വിശ്വാസമില്ലെന്നും പ്രതികരണം. സംസ്ഥാനത്ത് 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 900 കോടി രൂപ അനുവദിച്ചു. പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കും. പെരിയാറിൽ രാസവസ്തുക്കൾ കലർന്നിരുന്നതായി കുഫോസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. മത്സ്യകുരുതിയിൽ കർഷകന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. ഏലൂരിലെ പാരിസ്ഥിതിക എഞ്ചിനീയർക്ക് സ്ഥലം മാറ്റം. ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ. കാനിൽ പുതുചരിത്രം എഴുതി ഇന്ത്യൻ നടി അനസൂയ സെൻ ഗുപ്തയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം. അവാർഡ് ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി നാളെ തീരം തൊടും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തിന്റെ നഷ്ടപരിഹാര വിഷയത്തിൽ സാവകാശം തേടി എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ്. കുടുംബത്തിന് ഇമെയിൽ സന്ദേശം. നമ്പി രാജേഷ് മരിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിനിടെ. കൊച്ചി അവയവക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായത് മുഖ്യ സൂത്രധാരൻ സാബിത്തിന്റെ സുഹൃത്ത് സജിത് ശ്യാം. ഇരുവരും നടത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്കിംഗ് ഇടപാടുകളെന്ന് അന്വേഷണ സംഘം. കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് ആലുവ റൂറൽ SP. കാഞ്ഞങ്ങാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതി PA സലീമുമായി തെളിവെടുപ്പ് പൂർത്തിയായി. സലീം കുട്ടിയുടെ വീട്ടിൽ കയറിയത് മോഷണത്തിനെന്ന് പോലീസ്. 2 മോഷണ കേസുകളിൽ കൂടി സലീമിനെ പ്രതി ചേർത്തു. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ദുബായിലെത്തി. രാവിലെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ദുബായ്, ഓർമ്മ, ഷാർജ, മാസ് സംഘടനാ പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ചു.
ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ വിനോദസഞ്ചാരികളുടെ കാർ അപകടത്തിൽപ്പെട്ടു. അപകടം കോട്ടയം കുറുപ്പുംതുറയിൽ പുലർച്ചെ. കാറിലുണ്ടായിരുന്ന ഹൈദരാബാദ് സ്വദേശികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടയം മുട്ടുചിറയിൽ ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിയിൽ തീപിടിച്ചു. എറണാകുളത്ത് നിന്നും ചെങ്ങന്നൂരിലേക്ക് പെട്രോളുമായി പോയ ടാങ്കർ ലോറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. ചിലന്തിയാറിലെ തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തമിഴ്നാടിന്റെ ആശങ്ക പരിഹരിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. അമരാവതി നദിയിലേക്കുള്ള നീരൊഴുക്ക് തടയാൻ ശ്രമമെന്ന തമിഴ്നാടിന്റെ തെറ്റിദ്ധാരണയെന്നും മന്ത്രി. സിഗ്നൽ ജംഗ്ഷനിലെ കുരുക്ക് പരിശോധിക്കാൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ദേശീയപാതയിൽ യാത്ര നടത്തി. പ്രശ്നപരിഹാരത്തിനായി മന്ത്രി യാത്ര ചെയ്തത് ഏറ്റവും കൂടുതൽ സിഗ്നലുകളിൽ കാത്തുകിടക്കേണ്ടി വരുന്ന തൃശൂർ അരൂർ പാതയിൽ. കേരളത്തിലെ സൗരോർജ്ജ വിപണിയിൽ കൂടുതൽ സജീവമാകാൻ അദാനി ഗ്രൂപ്പ്. ഇതിനായി അൽമിയ ഗ്രൂപ്പുമായ അദാനി ഗ്രൂപ്പ് കരാറിൽ ഏർപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 98 ഷവർമ കടകളിലാണ് പരിശോധന. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 3 കടകൾ അടച്ചുപൂട്ടി. 23 കടകൾക്ക് നോട്ടീസ്. തൃശൂർ മതിലകത്ത് ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. കൂളിമുട്ടം ഒക്സായി ബീച്ചിലാണ് ഉച്ചയ്ക്ക് 1:30 ജഡം കരയ്ക്കടിഞ്ഞത്. 5 അടിയോളം വലിപ്പമുള്ള ഡോൾഫിന്റെ ജഡമാണ് കരയ്ക്കടിഞ്ഞത്. ഈരാറ്റുപേട്ടയിൽ ചെക്ക് ഡാമിൽ വീണ യുവാവിനെ രക്ഷപ്പെടുത്തി. തമിഴ്നാട് സ്വദേശി പ്രഭുവാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇയാളെ പാലാ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെയ്യാറ്റിൻകരയിൽ കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. നെയ്യാർ കനാലിൽ 25 അടി താഴ്ചയിലേക്ക് കാർ പതിച്ചെങ്കിലും 5 വയസ്സുകാരി ഉൾപ്പെടെയുള്ള കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നെയ്യാറ്റിൻകര പുന്നക്കാടിന് സമീപമാണ് സംഭവം. തൃശൂർ മതിലകം കൂളിമുട്ടത്ത് മീൻ പിടിക്കാൻ വെച്ച കൂട്ടിൽ മലമ്പാമ്പ് കുടുങ്ങി. മതിലകം ഗ്രാമപഞ്ചായത്ത് അംഗം VS രവീന്ദ്രന്റെ പറമ്പിൽ നിന്നുമാണ് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. കോന്നി പോത്തുപാറയിൽ പുലി വളർത്തുനായെ കൊന്നുതിന്നു. പുത്തൻവീട്ടിൽ സുനിലിന്റെ വളർത്തുനായയാണ് കടിച്ചു കൊന്നത്. കോഴിക്കോട് കൊടുവള്ളിയിൽ നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറി നിരവധി പേർക്ക് പരിക്ക്. കൊടുവള്ളി മദ്രസ ബസാർ വളവിലായിരുന്നു അപകടം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെടിയുണ്ടയുമായി യാത്രക്കാരൻ പിടിയിൽ. ഇൻഡിഗോ വിമാനത്തിൽ പൂനെക്ക് യാത്ര ചെയ്യാനെത്തിയ മഹാരാഷ്ട്ര സ്വദേശി യാഷദൻ സിംഗ് ആണ് വെടിയുണ്ടയുമായി പിടിയിലായത്. ഇയാളുടെ ബാഗേജ് സ്ക്രീൻ ചെയ്തപ്പോഴാണ് വെടിയുണ്ട കണ്ടെത്തിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ജൂൺ 1 പുറപ്പെടും. ഈ മാസം 31 ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കും. 3249 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പുറപ്പെടുന്നത്. മുക്കം മണാശ്ശേരിയിൽ അനധികൃത മണ്ണിടിക്കൽ കാരണം നാട്ടുകാർക്ക് ദുരിതമുണ്ടായ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. സ്വകാര്യ വ്യക്തികളുടെ പ്രവർത്തനം മൂലം ഒരു നാടൊന്നാകെയാണ് മഴക്കാലത്ത് ചളിക്കുളമായിട്ടുള്ളത്. ഇടുക്കി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ ബസലിക്ക പ്രഖ്യാപനം നടന്നു. 1.25 നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ച ദേവാലയം ഇടുക്കിയിലെ ആദ്യ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നാണ്.
വിവാഹ വീട്ടിലെ അടിപിടിയുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. സംഭവം കോഴിക്കോട് എസ്റ്റേറ്റ് മുക്കിൽ. പാലക്കാട് കരിമ്പുഴ പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിക്കും കൊള്ളയ്ക്കുമെതിരെ LDF ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വാളയാർ വനമേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം. നടുപ്പതി ആദിവാസി കോളനിയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. 14-കാരൻ മുങ്ങി മരിച്ചു. കോഴിക്കോട് ആഴ്ചവട്ടം സ്വദേശി ജയപ്രകാശിന്റെ മകൻ സഞ്ജയ് കൃഷ്ണയാണ് മരിച്ചത്. ആഴ്ചവട്ടം ക്ഷേത്രക്കുളത്തിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റത് വിളപ്പിൽശാല സ്വദേശി അനന്തുവിന്. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വയസ്സുള്ള 2 പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസുകളിൽ റിട്ടയർഡ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥന് 75 വർഷം കഠിന തടവ്. വീട്ടുമുറ്റത്ത് കളിക്കാനെത്തിയ പെൺകുട്ടികളെയാണ് ഇയാൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്. ഓട്ടുർമ ശല്യത്തെ പ്രതിരോധിക്കാൻ ജൈവ കീടനാശിനിയുമായി കർഷക ശാസ്ത്രജ്ഞൻ KK ജലീൽ. ഈ കീടനാശിനി ഓട്ടുറുമകൾക്ക് നേരെ പ്രയോഗിച്ചാൽ 10 സെക്കൻഡുകൾക്കുള്ളിൽ ഇവയെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് ജലീൽ പറയുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി. 47 സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ 512 വ്യാപാര കേന്ദ്രങ്ങളിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. അതിജീവനത്തിന്റെ മാതൃകയുമായി അട്ടപ്പാടിയിലെ ഒരു കൂട്ടം ആദിവാസി അമ്മമാർ കാർത്തുമ്പി കുടകൾ എന്ന പേരിട്ട് നിർമ്മിച്ച കുടകൾ വിൽക്കാൻ സഹായവുമായി ഇൻഫോ പാർക്കിലെ പ്രോഗ്രസീവ് ടെക്കീസ് പുതിയ പദ്ധതി ആരംഭിക്കുന്നു. സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗിനായി കണ്ണൂർ ജില്ലയിൽ അപേക്ഷിച്ചത് 28 സ്ഥാപനങ്ങൾ. ഗ്രാമീണ മേഖലയിലെ ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ എന്നിവയുടെ ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന റേറ്റിംഗ് പദ്ധതിയാണിത്. നടി ലൈല ഖാനെയും കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ച് മുംബൈ സെഷൻസ് കോടതി. നടിയുടെ രണ്ടാനച്ഛനായിരുന്ന പർവേസ് താക്കീദിനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ലിംഗം അറിയാനായി ഭാര്യയുടെ ഗർഭപാത്രം കീറി പരിശോധിക്കാൻ ശ്രമിച്ച ഭർത്താവിന് ജീവപര്യന്തം തടവ്. ഉത്തർപ്രദേശിലെ ബുദ്ധൌനിലായിരുന്നു ക്രൂരകൃത്യം നടന്നത്. തമിഴ്നാട് ഗൂഡല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ 84-കാരൻ കൊല്ലപ്പെട്ടു. ദേവാല അട്ടി സ്വദേശി പഴനിയാണ്ടിയാണ് കൊല്ലപ്പെട്ടത്. ഹരിയാനയിലെ അംബാലയിൽ മിനി ബസും ട്രക്കും കൂട്ടിയിടിച്ചുമുണ്ടായ അപകടത്തിൽ 7 മരണം, 25 പേർക്ക് പരിക്കേറ്റു. മരിച്ച 7 പേരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് റിപ്പോർട്ട്. വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകാൻ അമ്മ സമ്മതിക്കാത്തതിനാൽ 10 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു. 5ാം ക്ലാസ് വിദ്യാർത്ഥിനി വാതിൽ കട്ടനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. മധ്യപ്രദേശിലായിരുന്നു സംഭവം. ഉത്തർപ്രദേശിൽ വളർത്തുനായെ ചൊല്ലി ന്യായാധിപനും അയൽക്കാരനും തമ്മിൽ പോര്. നായയെ കാണാതായതിനു പിന്നിൽ അയൽക്കാരനാണെന്നാണ് ഹർദോയിലെ സിവിൽ കോടതി ജഡ്ജിയുടെ പരാതി. സംഭവത്തിൽ നിരവധി പേർക്കെതിരെ കേസെടുത്തു. ൽ UK കുടിയേറിയവരുടെ എണ്ണത്തിൽ ഇന്ത്യ മുന്നിൽ. കഴിഞ്ഞ വർഷം
2,50,000 ഇന്ത്യക്കാരാണ് UK വിസ സ്വന്തമാക്കിയത്. 2022 അപേക്ഷിച്ച് 2023 UK-യിലേക്കുള്ള നെറ്റ് ഇമിഗ്രേഷൻ 10% കുറഞ്ഞു. കളിക്കുന്നതിനിടെ ഫ്ളാറ്റിലെ കോമ്പൗണ്ടിലുള്ള വിളക്ക് തൂണിൽ നിന്ന് ഷോക്കേറ്റ് 8 വയസ്സുകാരൻ മരിച്ചു. മുംബൈയിലായിരുന്നു ദാരുണ സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചെന്ന മുൻ ഭാര്യയുടെ പരാതിയിൽ മുൻ DGP അറസ്റ്റിൽ. തമിഴ്നാട്ടിലാണ് സംഭവം. മുൻ സ്പെഷ്യൽ DGP രാജേഷ് ദാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം കൗൺസിലിൽ സൗദി അറേബ്യ അംഗത്വം നേടി. ജർമ്മൻ നഗരമായ ലിപ്സിഗിൽ നടന്ന ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറത്തോടനുബന്ധിച്ചാണ് അംഗത്വം നൽകിയത്. ഇസ്രായേലിന് അന്ത്യശാസനം, ഗാസയിലെ സൈനിക നടപടി നിർത്തിവെക്കണമെന്ന് രാജ്യാന്തര കോടതിയുടെ ഉത്തരവ്. വെടിനിർത്തൽ ബന്ദിമോചന ചർച്ച പുനരാരംഭിക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഡയറക്ടർ യൂറോപ്പിലേക്ക് തിരിക്കും. മൊസാദ് മേധാവി, ഖത്തർ പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താനാണ് യാത്രയെന്ന് റിപ്പോർട്ട്. സിഡ്നി, പാപുവ ന്യൂഗിനിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ ശ്രമം തുടരുകയാണ്. സ്പെയിനിലെ വിനോദസഞ്ചാര ദ്വീപായ മല്ലോർക്കയിൽ റെസ്റ്റോറൻറ്റിൻ്റെ മേൽക്കൂര തകർന്നു വീണ് 4 പേർ മരിച്ചു. 21 പേർക്ക് പരിക്കേറ്റു. വിവിധ രാജ്യങ്ങളിലുള്ളവർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. EU ഷെങ്കൻ വിസ ഫീസ് 12% വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. ജൂൺ 11 മുതൽ നിലവിലെ 80 യൂറോയിൽ നിന്ന് 90 യൂറോ ആയിട്ടാണ് വർദ്ധിപ്പിക്കുക. വിവിധ മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉൾപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോ യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചു. AI ടൂളിനെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റയുടെ നിലവാരം ഉറപ്പാക്കാൻ നിർദ്ദേശവും മുന്നോട്ട് വച്ചു. ഒമാനിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ഭാഗമായി രാജ്യത്ത് താപനിലയിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്ന് ഒമാൻ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയരാൻ സാധ്യത. പൊടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കും. ടർബോ സിനിമയ്ക്ക് സൗദിയിൽ ഗംഭീര വരവേൽപ്പ്. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ സൗദി അറേബ്യ ചാപ്റ്ററിന് കീഴിൽ ദമാം, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിൽ മെഗാ ഫാൻസ് ഷോ സംഘടിപ്പിച്ചു. ആൾ കേരള ഗൾഫ് മലയാളി അസോസിയേഷൻ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി സംഘടിപ്പിച്ച കേരള കലോത്സവം 2024 ശ്രദ്ധേയമായി. കേരളത്തിലെ 14 ജില്ലകളെ വേർതിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. കണ്ണൂർ പേരാവൂർ സ്വദേശി ആൽവിൻ ജോസ് കുവൈറ്റിൽ അപകടത്തിൽ മരിച്ചു. റോഡ് മുറിച്ചു കടക്കവെയാണ് അപകടമുണ്ടായത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്നു. ഒൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ ഒഫീഷ്യൽ ടീസർ റിലീസ് ചെയ്തു. മെയ് 31-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. കലന്തൂർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. കാർത്തി നായകനാകുന്ന 27ാമത്തെ ചിത്രം മെയ്യഴകൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. കാർത്തി, അരവിന്ദ് സ്വാമി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് സി പ്രേംകുമാറാണ്. പ്രമുഖ ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനമായ ഇ മോഷൻസ് ഫാക്ടറി ഗ്രൂപ്പിൻ്റെ ബാനറിൽ വിവേക്,
ശ്രീകാന്ത് ആദ്യമായി മലയാളത്തിൽ ചിത്രം നിർമ്മിക്കുന്നു. സിബിൽ സ്കോർ എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ശ്രീനാഥ് ഭാസി, സോഹൻ സീനുലാൽ, ദീപക് പ്രിൻസ് എന്നിവരാണ്. അനന്തകൃഷ്ണൻ സംവിധാനം ചെയ്ത നോൺ വയലൻസ് എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ടു. മെട്രോ സിരീഷ്, യോഗി ബാബു എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. മനോജ് ടി യാദവ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ജങ്കാർ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. അപ്പാനി ശരത്ത്, ശ്വേത മേനോൻ, ശബരീഷ് വർമ്മ എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. റയീസ് സിദ്ദീഖ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു കഥ പറയും നേരം ജൂൺ 7-ന് തിയേറ്ററുകളിലെത്തും. ഫ്രെയിം ടു ഫ്രെയിമിൻ്റെയും എയിം ടൈം മീഡിയയുടെയും ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.